എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ആമയൂരാണ്. എൻ്റെ സ്ഥാപനം KT ഇൻഡസ്ട്രീസ് ആണ്, ആമയൂർ അതാണ് നമ്മുടെ സ്ഥാപനം. ഇപ്പോൾ ഏകദേശം 16-17 വർഷത്തോളമായി. കാരണം ഞാൻ ഇതിന്റെ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൾഫിലായിരുന്നു. പിന്നെ അതിന്റെ മുൻപായിട്ട് ഞാൻ ലെയ്ത്ത് വർക്കായിരുന്നു എൻ്റെ പ്രൊഫഷൻ ഉണ്ടായിരുന്നു. ലെയ്ത്തിൽ ഡൈ മേക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മള് ഗൾഫിലൊക്കെ പോയി വന്ന് നാട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് പണി അറിയണതല്ലേ, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ ആദ്യം എൻ്റെ വാടനാകുറിശി എൻ്റെ സ്ഥലം, വാടനാകുറിശി ഞാൻ ആദ്യം ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് ഒരു റൂമൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി. പക്ഷെ അവിടെ 3 ഫേസ് കണക്ഷൻ കിട്ടാൻ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മളിങ്ങനെ അന്വേഷിച്ചു വേറെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ ആമയൂര് ഇങ്ങനെ ഒരു ഷോപ്പ്, ഇതിന് പറ്റിയൊരു ഷോപ്പ് കൊടുക്കാണ്ടെന്ന് അറിഞ്ഞ് അപ്പൊ നമ്മൾ അങ്ങനെ വന്നിട്ട് റെന്റിന് എടുത്താണ്. അങ്ങനെ ഇവിടെ വന്ന് കട തുടങ്ങി. ഇപ്പൊ നമുക്കിവിടെ കുഴപ്പമില്ല, നമ്മളിവിടെ സെറ്റിലായി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ആമയൂർക്കാരനായിട്ട് മാറിയിട്ടുണ്ട്. കാരണം 10-17 വർഷമായി ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്ത ആളുകളുടെ ഒരു പ്രോത്സാഹനം അവര് വീണ്ടും നമ്മളുടെ അടുത്ത ആൾക്ക് നമ്മളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ആമയൂര് പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സത്യം പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഞാനൊക്കെ വന്ന പണി പഠിച്ചിറങ്ങുന്ന കാലഘട്ടത്തിലുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ മെഷീനറീസ് ഒന്നുമില്ല. ഈ ഹാൻഡ് കട്ടറുകൾ അതുപോലെ നമ്മൾ ഈ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീനൊന്നും നമുക്ക് ഇല്ല. നമുക്ക് വലിയ ഹെവി സെറ്റുകളും ഹെവി ഗ്രൈൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എക്സോ ബ്ലേഡ് കൊണ്ട് ഡിഗ്രികളും മറ്റും കട്ട് ചെയ്തിട്ട് ഗേറ്റ് പോലെ അത് അടിച്ചു മുറിച്ചും കൊണ്ടും ഒക്കെ നമ്മൾ ഗേറ്റും ഡ്രസ്സൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ പണി പഠിച്ചു വന്നത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റിലേക്ക് ഒരു വെൽഡിംഗ് സെറ്റ് കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. നമ്മൾ എത്ര വലിയ സൈറ്റ് ആണെങ്കിലും എത്ര കോംപ്ലിക്കേഷൻ ഉള്ള സൈറ്റ് ആണെങ്കിലും ആ സൈറ്റിലേക്കുള്ള സാധനങ്ങൾ ഈ കടയിൽ നമ്മൾ അളവെടുത്ത് അതിനെ ഈ എക്സോ ബ്ലേഡ് കട്ട് ചെയ്തിട്ട് പട്ട തുളച്ചിട്ട് അതിനെ ഹോൾ പ്ലേറ്റ് ആക്കിയിട്ട് നെറ്റ് ബോൾട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പണിയെടുത്ത് വന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് ആയിട്ട് പണിയെടുത്തിട്ട് നമ്മൾ വന്നിട്ടുള്ള സംഭവമാണ്. പിന്നെ അതും പോരാത്തതിന് ഇതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലെയ്ത്ത് വർക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ലെയ്ത്ത് വർക്കിനെ സംബന്ധിച്ചോളം 8 മില്ലിമീറ്റർ അളവുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സംഭവമാണ് ലെയ്ത്ത് വർക്ക്, അറിയുന്നുണ്ടാവും എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഈ അളവുകളും ഈ ഡിഫിക്കൽട്ടികൾ വരുന്ന പണികൾ നമുക്ക് എന്നൊരു ഹരാണ്. അപ്പൊ അത് തന്നെയാണ് നമുക്കിത് മാറിപ്പോ അത് ഏത് തരം പണികളാണെങ്കിലും അതിലേക്ക് നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും എടുക്കാറുണ്ട്. കാരണം അതാണ് അതിലൊരു നമുക്ക് ഭയങ്കര നമ്മുടെ പാഷനാണ്. അപ്പൊ നമ്മൾ ഒരാളത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരവസരം നമുക്ക് തരികയാണെങ്കിൽ നമ്മളവിടെ വന്ന് നോക്കും, നമ്മളത് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പറ്റില്ല പറഞ്ഞ് ഒഴിവാക്കിയ സ്ഥലങ്ങൾ, അവിടെ ചെയ്താൽ വൃത്തിയാവില്ല പറഞ്ഞ സ്ഥലങ്ങൾ, അത് നമ്മൾ റീ ഓൾട്ടർ ചെയ്തുകൊണ്ട് നമ്മളതിനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയി കൊടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്, ചെയ്യാൻ കഴിയും. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മളിവിടെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ തന്നെ അവർ പറയും, ഉണ്ണിയെ ഞാൻ വീട് പണി തുടങ്ങുന്നുണ്ടാ, നമുക്ക് വേണ്ട കുറെ പണികൾ ഉണ്ടാവും, നോക്കണം കേട്ടോ പറയും. ശരി, നിങ്ങള് ഓക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ പറയും. അപ്പൊ അങ്ങനെ അവരെ ആ പടവ് കഴിഞ്ഞ ഒരു പക്ഷെ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള ജനലുകളും ഡോറുകളും ഒക്കെ ഞാൻ തന്നെ ഇവിടുന്ന് അധികം ഉണ്ടാക്കി കൊടുക്കാറ്. അവിടുന്ന് തൊട്ടിട്ട് ഈ ജനല് അതുപോലെ ഡോർ ഫ്രെയിം കാര്യങ്ങൾ തുടങ്ങിയിട്ട് അവരുടെ ഹാൻഡ് റെയിലുകള്, കിച്ചൺ, അതുപോലെ കിച്ചണിലെ വരുന്ന റാക്കുകളും അതുപോലെ ഗ്രില്ല്, പിന്നെ അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് അനധികമായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ പാർട്ടീഷൻസ് വരുന്നുണ്ട്. വീടിന്റെ ഉള്ളിലുള്ള ഡിസൈൻ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ലിവിംഗ് റൂമുകൾക്കൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ CNC കട്ടിങ്ങൾ ഉപയോഗിച്ചിട്ട് പല മോഡലായിട്ടുള്ള വെറൈറ്റികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വർക്കുകൾ വരും. പിന്നെ അവരുടെ വീട്ടിലെ ഗേറ്റ് വരും, ഡ്രസ് വർക്ക് വരും. ഒരു പക്ഷേ അവർ 2ാം നിലയൊക്കെ ചിലപ്പോൾ നമ്മുടെ ഡ്രസ് വർക്കിൽ ഓട് വർക്കായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഒരു വീട് ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പൊക്ക് തോന്നുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതിന്റെ ഫിനിഷിങ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 60% വർക്ക് നമ്മുടെ വർക്കായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇപ്പൊ ശരിക്കും വരുന്നത്. കാരണം അതാണ് ആ വീടിന് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിൽ ലുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇന്ന് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു വീട് ഫസ്റ്റ് ഫ്ലോർ നമ്മളിപ്പോ ഒരു പ്ലെയിൻ വാർപ്പുള്ള ഒരു വീട് നമ്മളിപ്പോ ഒരു മുകളിലേക്കൊരു റൂമുകൾ എടുക്കണം എന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ട് നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ട്രസ് വർക്ക് ഓടിന്റെ റൂഫിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് ബോർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അതിന് പാർട്ടീഷൻ ചെയ്തിട്ട് ഏത് കറക്റ്റ് നമ്മൾ ആശാരി അളവ് എന്നൊക്കെ പറയല്ലോ, അവർ തരുന്ന ആ ആശാരി അളവ് അല്ലെങ്കിൽ നമ്മൾ
എഞ്ചിനീയറിംഗ് അളവാണെന്ന് വെച്ചാൽ ആ അളവിലേക്ക് അവർക്ക് ആവശ്യമായ കറക്റ്റ് ആക്യുറേറ്റ് അളവിൽ നമുക്ക് റൂമുകളും ഇതും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങനത്തെ വർക്കും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചോളം എന്റെ വീട് വാടനാംകുറിശ്ശിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഈ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയൂരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം വാടനാംകുറിശ്ശിയിൽ നിന്നും എനിക്ക് വർക്കുകൾ വരാറുണ്ട്, ആമയൂരിൽ നിന്നും വർക്ക് വരാറുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ ആമയൂര് വന്നിട്ട് ഈ 16-17 വർഷത്തോളം ഇവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള സെയിം കസ്റ്റമറുകള്, ആ കസ്റ്റമറുകൾ ഇന്നും നമ്മളായിട്ട് ഹാപ്പി കസ്റ്റമറാണ്. അവർ ഇന്നും നമുക്ക് നിൽക്കുന്നുണ്ട്. കാരണം അവര് പ്രപ്പോസ് ചെയ്തിട്ട് അവരുടെ വീട് വർക്ക് കണ്ടിട്ടും വന്ന ആളുകളാണ് ഇപ്പോഴും നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പരസ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് ഒരു പണി വേണമെന്ന് ഒരാളോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് ഇന്നേവരെ വന്നിട്ടില്ല. കാരണം നാളെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോഴും എനിക്ക് 2 മാസത്തെ വർക്കൊക്കെ നമുക്ക് ചെയ്യാനുള്ള വർക്ക് പെൻഡിങ്ങിൽ കിട്ടി വന്നുകൊണ്ടിരിക്കുക, വന്ന് കിടക്കുകയാണ്. അത് നമ്മൾ ഓർഡർ ഡേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മളൊക്കെ. അപ്പൊ ഈ ആളുകളാണ് നമ്മൾ പണി ചെയ്ത വീട്ടിലത്തെ ആളുകൾ പറഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ആളുകൾക്ക് നമുക്ക് വർക്ക് വരുന്നത്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഞാനിവിടെ ഫിക്സ് ആയിട്ട് 4 പേരിനെ നമ്മൾ ഫിക്സ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് നമ്മൾ ഷോപ്പിലും കാര്യങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് വർക്ക് ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 4 പേര് സ്ഥിരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് സൈറ്റ് വർക്ക് കാര്യങ്ങൾക്ക് വരുമ്പോൾ തിരിച്ച് വിളിക്കുന്ന ഒരു 4 പേരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 8 പേരാണ് നമ്മൾ സത്യത്തിൽ നമ്മുടെ ടീമിൽ ഉള്ളത്. അപ്പോ ഈ നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമുള്ള പിള്ളേരാണ്. പിന്നെ അതുപോലെ നമ്മൾ തിരിച്ചും അവരോട് അതേ ആത്മാർത്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പോലും നമ്മുടെ വർക്കേഴ്സ് പറയില്ല, അങ്ങനത്തെ രീതിയിൽ പെരുമാറില്ല. മോശമായിട്ടൊരു സംഭവം നമ്മൾ ആരാളോടും പെരുമാറാറില്ല. നമ്മളെല്ലാവരോടും ചിരിച്ച് അത് സന്തോഷത്തോട് പെരുമാറി ഞങ്ങളൊരു ഏതൊരു വർക്ക് നമുക്ക് തരുന്നു ആ ഒരു കസ്റ്റമർ നമ്മുടെ ഒരു ഫാമിലിയാണ് എന്ന ലെവലാണ് നമ്മൾ കാണാറ്. പിന്നെ നമ്മുടെ എല്ലാ വർക്കുകളും നമുക്കിത് ബിസിനസ് ആണെങ്കിലും എന്നെ സംബന്ധിച്ചോളം നമ്മളിതൊരു ബിസിനസ് മൈൻഡിലല്ല ഞാനിത് ചെയ്യുന്നത്. കാരണം ഒരാളുടെ ആവശ്യമാണ് അവർക്കൊരു വീട് ചെയ്യാം അല്ലെങ്കിൽ ആ വീട്ടിലൊരു വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് അവരുടെ ആ ഒരു വർക്ക് അത് ചെയ്യാൻ ഞാൻ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയ ആളാണ്. അപ്പൊ എനിക്കറിയാം നമ്മൾ വീട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പണികളും എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നമുക്കത് ചെയ്യാൻ, നമ്മളല്ലെങ്കിൽ പൈസ ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞാൻ ചെയ്യുന്ന പണി കൊണ്ട് അവർക്ക് ഗുണമുള്ള പണി മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അവർക്ക് ദോഷം ചെയ്യുന്ന ഒരു പണി ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല. അത് അങ്ങനെ നിർബന്ധിച്ചാൽ പോലും ഞാൻ ചെയ്യാറില്ല. കാരണം അത് അവർക്ക് ഗുണം ചെയ്യണം, കാരണം അവരെ സാറ്റിസ്ഫൈഡ് ആവണം എന്ന് 100% ഷുവറാണ്. അല്ലാത്ത പണി ഞാൻ ചെയ്തില്ല എന്നേ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ പണി എടുക്കാറില്ല. ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഫാമിലി പറഞ്ഞാൽ വലിയൊരു ഫാമിലിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം എനിക്ക് 3 ഏട്ടന്മാരുണ്ട്, 4 ചേച്ചിമാരുണ്ട്. അച്ഛൻ മരിച്ചു, അമ്മ ഉണ്ട്. പിന്നെ എന്റെ വൈഫുണ്ട്, 3 കുട്ടികളുണ്ട്. ഇപ്പൊ ഞാനും എന്റെ വൈഫും കുട്ടികളും അമ്മയും ഞാനും സെപ്പറേറ്റ് വീടാണ്. ബാക്കി എല്ലാ ഏട്ടന്മാരും വേറെ വീട് വെച്ചിരുന്നു. ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു പോയിരിക്കുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം ഇപ്പൊ ഞങ്ങള് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എല്ലാ ദിവസവും ചില ദിവസങ്ങളൊക്കെ നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ കടകളിലൊക്കെ നമ്മൾ ഓർഡർ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കടകളിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നൈറ്റൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ നേരത്തെ പോരേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊക്കെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ വൈഫ് എല്ലാം ഒരുക്കി നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഫാമിലിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. ഏട്ടന്മാരാണെങ്കിലും ഒക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പുതിയ തലമുറകൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്നില്ല. അത് അറിയിക്കണമെങ്കിൽ അത് ശരിക്കും ഗവൺമെന്റ് അത് പ്രത്യേകം ഒരു പദ്ധതികൾ തയ്യാറാക്കി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ കൊടുക്കണം. കാരണം പുതിയ തലമുറ ഇത് മനസ്സിലാക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തില് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഈ ഒരു മേഖലയിൽ നമ്മുടെ മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ വേറൊരാളുടെ മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആശയം നമുക്ക് പണിത് പൂർത്തീകരിക്കാൻ കഴിയും. അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു മേഖലയാണ് ഇൻഡസ്ട്രി മേഖല. കാരണം ഏതൊരു ആളുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ ആ സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്നത് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് ഇറങ്ങി പോന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുമ്പോൾ വേറെ ആൾ വന്ന് കണ്ടിട്ടൊക്കെ പറയുമ്പോൾ അതൊന്നും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി നോക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അതിന്റെ ആവശ്യം വരില്ലല്ലോ. പക്ഷെ അത് വേറൊരാൾക്ക് അത് ആവശ്യമുള്ള ഒരു സാധനം അവരുടെ ഭാവനയ്ക്കും നമ്മുടെ ഭാവനയ്ക്കും അനുസരിച്ച് ആ സാധനം ഉണ്ടാക്കി കൊടുക്കുക പറയുമ്പോൾ അത് ദിവസവും ഞങ്ങളെ സംബന്ധിച്ചോളം ഓരോ സൈറ്റും ഓരോ മാതിരിയാണ്.
സ്ഥിരമായിട്ടുള്ള ഒരു വർക്കുകൾ വരുന്നില്ലല്ലോ. എല്ലാ വർക്കും ഒന്നിനൊന്ന് ഡിഫറൻറ്റും വ്യത്യാസങ്ങളുള്ള വർക്കുകളല്ലേ. അത് ഭയങ്കര ലഹരി ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോൾ അതും വിചാരിക്കാറുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് സംഭവം എന്താ വെച്ചാല്, ഇവിടെ CNC കട്ടിങ്ങുകൾ നമ്മളിപ്പോ അവൈലബിൾ ആണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് കൊടുത്തിട്ടൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ അത് നമ്മൾ CNC കട്ടിങ്ങിന് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മാർക്കറ്റ് സാധ്യതകളുള്ളതാണ്. കാരണം ഒരുപാട് അതിലേക്ക് നമുക്ക് ടെക്നോളജികൾ മിക്സ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ CNC ഐറ്റംസോട് കൂടിയിട്ട് ഈ കടകളൊന്ന് വിപുലീകരിക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. CNCയുടെ ഒരു സെറ്റിംഗ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഒരുപാട് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ ഭാവനയിലുള്ള കുറെ സാധനങ്ങൾ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ആമയൂര് നമ്മുടെ LP സ്കൂളിന്റെ അടുത്ത്, LP സ്കൂൾ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആമയൂർ. ബസ് നിർത്തുന്നതിന് നമ്മുടെ കടയുടെ മുന്നിലാണ്. KT ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയും. പട്ടാമ്പി ടു കൊപ്പം റോഡ്.